എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബെന്നീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് ദീർഘനാളായി തീറ്റ നൽകാതെ ഇരുന്ന ഒരു കൂട്. ആ കൂടിന് മുകളിലേക്ക് ഒരു മരക്കം പൊടിഞ്ഞു വീണിട്ട് കൂട് തകർന്നു പോയി. ആ കൂട്ടിൽ നിന്നും ഉണ്ടായിരുന്ന തേനീച്ചകളെ മറ്റൊരു കൂട്ടിലേക്ക് എങ്ങനെ മാറ്റി സ്ഥാപിക്കാം, അവരെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളതാണ് നമ്മളിന്ന് ഇവിടെ നിങ്ങൾക്കായിട്ട് കാഴ്ചവെക്കുന്നത്. അപ്പോൾ നമ്മളുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനേക്കാൾ ഉപരി ഇത് കണ്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ആഗ്രഹിക്കുന്നത്. അപ്പം ഒരു തേനീച്ചപ്പെട്ടി താഴെ വീണ് അത് മുഴുവൻ ഛിന്നഭിന്നമായി പോയിരുന്നു. അതിൽ നിന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ദൃശ്യത്തിൽ നിങ്ങൾ കാണുന്നുണ്ട്, അതിലെ മുഴുവൻ അടകളും അടന്നു പോയിരുന്നു. അങ്ങനെ അവർ ചാക്കൊക്കെ ഇട്ടത് മൂടി അവിടെ വെച്ചിരുന്നത്, അതാണ് നമ്മൾ ചെന്ന് അവരെ രക്ഷപ്പെടുത്തുന്നത്. ആ ദൃശ്യത്തിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിലുള്ള ഓരോ ഫ്രെയിമുകളും എടുത്ത് പുതിയൊരു പെട്ടിയുടെ അകത്തേക്ക് വെക്കുകയാണ്. പക്ഷേ നമുക്ക് ഒന്നോ രണ്ടോ അടകൾ മാത്രമേ ഉള്ളൂ പൊട്ടിപ്പോകാതിരുന്നു. ഒരു അടയും അതിൻ്റെ സൂപ്പർ ചാമ്പർ എന്നൊരു അടയും മാത്രമേ പൊട്ടിപ്പോകാതെ ഇരുന്നുള്ളൂ. ബാക്കി മുഴുവൻ അടന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ ആ പൊട്ടിപ്പോകാതെ ഇരുന്ന അടയെടുത്ത് നമ്മൾ പുതിയ പെട്ടിക്കുള്ളിലേക്ക് വെച്ചു. അതിനുശേഷം കഴിഞ്ഞ വർഷം മുതലേ അതിനകത്തുണ്ടായിരുന്ന തേനിനകത്ത് കുറച്ച് തേൻ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് നമ്മൾ പാത്രത്തിലേക്ക് ആക്കി കൊടുത്തു. അതിന് ശേഷം അതിൽ നിന്ന് പൊട്ടിയ അടകൾ ഓരോന്നായിട്ട് നമ്മൾ പുറത്തെടുത്തിട്ട് നമ്മുടെ പുതിയ പെട്ടിയിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ എടുത്ത സമയത്ത് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, നോക്കുമ്പോൾ എല്ലാ അടകളും അടന്നു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് അതിനകത്തെ ആ കാലി ഫ്രെയിമുകളെല്ലാം എടുത്ത പെട്ടിക്കുള്ളിലേക്കൊന്ന് സൗകര്യപ്രദമായി വെച്ചതിന് ശേഷം അതിൽ നിന്ന് ഓരോ അടകളും എടുത്ത് നമ്മൾ പുതിയ ഫ്രെയിമിലേക്ക് കെട്ടിക്കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പം ഇനി നമുക്ക് ആ ഫ്രെയിമിൽ എങ്ങനെയാണ് ഇത് കെട്ടിക്കൊടുക്കുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ഈ അടന്ന് വീണ അടകളൊക്കെ അടിയിൽ കിടപ്പുണ്ട്. പക്ഷേ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ പെട്ടി നൂർത്ത് വെച്ചപ്പോൾ തന്നെ ആ തേനീച്ചപ്പെട്ടിയിലെ റാണി അവിടെ തന്നെ ആ പെട്ടിയോട് ചേർന്നൊരു കുറച്ച് ചാക്കുകെട്ടൊക്കെ ഇരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇതിൽ നിന്ന് പുറത്ത് വന്ന തേനീച്ചകളുടെ നടുക്കായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചെന്നപ്പോൾ തന്നെ കാണുവാൻ സാധിച്ചു. അപ്പോൾ റാണി നഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ളത് എനിക്ക് ബോധ്യമായിരുന്നു. അപ്പോൾ ഞാൻ സ്മോക്കറും ഒന്ന് ചെറുതായിട്ട് കത്തിച്ചു. കാരണം ചിലപ്പോൾ ഇവർ കുത്താനുള്ള സാധ്യതകളുണ്ടായിരുന്നു. കാരണം ഭയങ്കര വെയിലത്താണ് ഇത് കിടന്നത്. മാത്രമല്ല ഉറുമ്പിൻ്റെ ചെറിയ ശല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വയലൻ്റായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവരുടെ കൂട് നശിച്ചു പോയത് കൊണ്ട് തന്നെ അവർ കുത്താനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചെറുതായിട്ട് സ്മോക്കറും ഒക്കെ ഒന്ന് കത്തിച്ച് ഞാൻ അതിൽ നിന്ന് ഓരോന്നായിട്ട് ഫ്രെയിമുകളെടുത്ത് മാറ്റിയതിന് ശേഷം ഇനിയും ചില ഫ്രെയിമുകൾ എടുക്കുമ്പോൾ തന്നെ അടന്നിരുന്നത് വീണ്ടും അതിനകത്തേക്ക് താഴെ വീഴുന്നതിന് ഇടയായി. എങ്കിലും അവർ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വന്നില്ല. പക്ഷേ പൊതുവെ എനിക്ക് അതിശയം തോന്നി, ഇത്രയൊക്കെ ആയിട്ടും അവർ വലുതായിട്ട് കുത്തുന്നില്ലായിരുന്നു. അപ്പോൾ ഏതായിരുന്നാലും അതിനകത്ത് അടകൾ ഓരോന്നായിട്ട് എടുത്ത് ഞാൻ ഫ്രെയിമിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അടകൾ കാണുമ്പോൾ തന്നെ അറിയാം, യാതൊരു പരിചരണവും ഇല്ലാതെ ഇരുന്നുകൊണ്ടാണ് അതെന്ന് തോന്നുന്നു. അതിനകത്ത് കറുത്ത കരിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇഷ്ടം പോലെ മുട്ടയും പുഴുക്കളും വിരിയാറായ സമാധിയും ധാരാളം ഉണ്ടായിരുന്നു. പെൺമീച്ചകളുടെ സമാധി ധാരാളം ഉണ്ടായിരുന്നു. അതിൽ മുട്ടയും പുഴുക്കളും ധാരാളം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, എനിക്ക് ഇതായിട്ട് തോന്നിയൊരു കാര്യം, സാധാരണ നമ്മൾ തീറ്റ കൊടുത്ത് വളർത്തുന്ന തേനീച്ചപ്പെട്ടിയിൽ രോഗങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു രോഗവും ഇല്ലായിരുന്നു. എല്ലാം ഉള്ള പുഴുക്കൾക്കൊന്നും രോഗം ബാധിക്കാതെ നന്നായിട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനതെടുത്ത് കെട്ടുകയാണ്. അപ്പോൾ കെട്ടുന്നതിന് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് ഏത്തവാഴയുടെ വള്ളി നനച്ച് തോർത്തി കൊണ്ടുപോയിരുന്നു. അപ്പം അത് കൊണ്ടുപോയിട്ട് ഞാൻ കെട്ടുന്നത് നിങ്ങളൊന്ന് നോക്കുക. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമേ ഞാൻ അട ഫ്രെയിമിലേക്കൊന്ന് കെട്ടി മുറുക്കി. അതായത് ഫ്രെയിമിൻ്റെ മുകളിലത്തെ പടിയിലേക്ക് ചേർന്ന് നിൽക്കത്തക്കണം അടയെ ഞാനൊന്ന് കെട്ടിയതിന് ശേഷം അതിൻ്റെ ആ വള്ളി കൊണ്ട് തന്നെ അത് നമ്മുടെ ഫ്രെയിമിൻ്റെ താഴത്തെ പടിയിലോട്ടും കൂടെ ചേർത്ത് കെട്ടി. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അട
തൂങ്ങി നിൽക്കത്തില്ല, ശരിക്കും മുകളിലത്തെ പടിയോട് ചേർന്ന് നിൽക്കും. അപ്പോൾ ഞാനത് കെട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മുറിച്ച് കഴിഞ്ഞ് തിരിച്ച് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ നമ്മൾ കെട്ടുന്നില്ല എങ്കിൽ അട മുകളിലത്തെ പടിയിലേക്ക് ചേർന്ന് നിൽക്കത്തില്ല. ചേർന്ന് നിൽക്കാതെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്കത് ഒട്ടിച്ച് എടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ കഴിവതും മുകളിലത്തെ പടിയിലേക്ക് ചേർന്ന് നിൽക്കത്തക്കവണ്ണമായിട്ട് അതിനെ കെട്ടിക്കൊടുക്കണം. അപ്പം ഞാൻ ആ കെട്ടിയ രീതി നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ കെട്ടി വെച്ചതിന് ശേഷം നമ്മൾ ആ ബാലൻസ് വരുന്ന നീളത്തിൽ കിടക്കുന്ന വള്ളിയൊക്കെ ഒന്ന് മുറിച്ച് വൃത്തിയായിട്ടാക്കിയതിന് ശേഷം തിരിച്ച് നമ്മളിപ്പം കണ്ടോ, തിരിച്ച് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം മുകളിലത്തെ പടിയോട് ചേർന്ന് നിൽക്കും നമ്മുടെ അട. ഒരിക്കലും താഴോട്ട് തൂങ്ങിക്കിടക്കത്തില്ല. അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ മെഴുക് ഉപയോഗിച്ച് ആ മുകളിലത്തെ പടിയോട് ചേർത്ത് അത് ഒട്ടിക്കാനായിട്ട് അവർക്ക് സാധിക്കും. നിങ്ങൾ ഒരു പക്ഷേ ചോദിച്ചാൽ ഇത്രയും കറുത്ത അട അല്ല ഇത്രയും മോശമായ അട എന്തിനാണ് വെച്ചതെന്ന് ചോദിക്കും. വേറെ അടകളില്ലായിരുന്നു. അത് മാത്രമല്ല നിറച്ച് പെണ്ണീച്ചയുടെ മുട്ടയായിരുന്നു. ആണീച്ചയുടെ മുട്ടകൾ വളരെ കുറവായിരുന്നു, വളരെ ചുരുക്കമേ ഉള്ളായിരുന്നു. നിറച്ചും പെണ്ണീച്ചയുടെ മുട്ടയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അടകളെല്ലാം അതിനകത്ത് കേടായ ഭാഗങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ബാക്കി വരുന്ന ഭാഗം ഞാൻ അത് കെട്ടിക്കൊണ്ട് നിങ്ങൾക്ക് കാണാൻ ഞാൻ കാണിക്കുന്നുണ്ട്. അതിന് നിറച്ച് മുട്ടയും പുഴുവും ഒക്കെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ പെണ്ണീച്ചകളുടെ സമാധി, അത് നിങ്ങൾക്കറിയാം, സമാന്തരമായി അടച്ചു വെച്ചിരിക്കുന്ന അറകൾ, അത് പെണ്ണീച്ചകളുടെ സമാധിയാണെന്ന് കാണാം. അപ്പോൾ അടയുടെ ആ താഴ്ഭാഗം കുറച്ച് പൊടിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. കാരണം അത് ആരും നോക്കുന്നില്ലായിരുന്നു. ആ വീട്ടിലുള്ളവർക്ക് തേനീച്ച വളർത്തുന്നതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അവർ ജസ്റ്റ് കണ്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഗാർഡൻ, അവർക്ക് നല്ലൊരു ഗാർഡനുണ്ട്. ഇനി ഈ കൂടിങ്ങനെ തന്നെ എല്ലാം വെച്ച് കെട്ടി റെഡിയാക്കി കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേന് സെറ്റായി കഴിഞ്ഞാൽ അതിനകത്തെ കളയേണ്ട ഇടകളൊക്കെ കളയാൻ പറ്റുന്നതൊക്കെ കളയാം. അത് മാത്രമല്ല പുതിയ ഇട കെട്ടിയിട്ടുണ്ടെങ്കിൽ അതും നല്ല, അതുമല്ല അതിനെ പിരിക്കാൻ തക്കണം അതുപോലെ ഈച്ച ഉണ്ടായിരുന്നു. അപ്പോൾ പിരിക്കാൻ പറ്റുന്നെങ്കിൽ പിരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ മേളിൽ സൂപ്പർ വെച്ച് കെട്ടിക്കൊടുക്കുകയോ ചെയ്യാമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോകുമ്പോൾ അവരുടെ ഗാർഡനും മറ്റു കാര്യങ്ങളും എല്ലാം ഞാനൊന്ന് വീഡിയോ എടുത്തിടാം. ഭയങ്കര രസകരമായിട്ടാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്ന ഗാർഡൻ. ഇഷ്ടം പോലെ പൂക്കളും ഒക്കെ ഉണ്ട്. അപ്പം മാത്രമല്ല അവിടെ എല്ലാ കൃഷികളും എനിക്ക് ആവശ്യം. അവിടെ കരിങ്കോഴിയുടെ കൃഷിയുണ്ട്, പിന്നെ മത്സ്യകൃഷിയുണ്ട്, ആടുണ്ട്, പക്ഷികളുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ തേനീച്ചയുണ്ട്, പിന്നെ ചെടികൾ ഇഷ്ടം പോലെ. അപ്പോൾ നല്ലപോലെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല ഏറുമാടമൊക്കെ വലിയ ഇത് വെച്ച് കെട്ടിയൊക്കെ അപ്പോൾ കാണാനും ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യമൊക്കെ ഉള്ള രീതിയിലാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് അതിൽ നിന്ന് കിട്ടിയ അടകളൊക്കെ എടുത്ത് നമ്മൾ കെട്ടി വെച്ചിട്ടാണ് പോന്നിരിക്കുന്നത്. അപ്പോൾ കെട്ടുന്ന രീതികൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ ആദ്യമേ ഇനിയും ഇങ്ങനെ കെട്ടുന്ന സമയത്ത് നമ്മളുടെ പെട്ടിയിൽ എപ്പോഴും അടിപ്പടിയും കൂടെ ഉള്ളത് വളരെ നല്ലതാണ്. എങ്കിൽ നമുക്ക് മുമ്പേ കെട്ടിയതുപോലെ കെട്ടി ഉറപ്പിക്കാൻ പറ്റും. പക്ഷേ യാദൃശ്യമായിട്ട് ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഫ്രെയിമിന് അടിപ്പടിയില്ല. അടിപ്പടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആദ്യമേ ഒരു വാഴവള്ളി എടുത്തിട്ട് ഹൊറിസോണ്ടലായിട്ട് നമ്മളതിനെ ഒന്ന് കെട്ടുക. കാരണം നിങ്ങൾക്ക് കാണാം കുറുകെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒന്ന് കെട്ടിയതിന് ശേഷമാണ് നമ്മൾ നേരത്തെ കെട്ടിയ പോലെ തിരിച്ചുകൂടെ കെട്ടുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അട അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കത്തില്ല, മുകളിലേക്ക് ചേർന്നിരിക്കുകയും ചെയ്യും, സൈഡിലേക്ക് ചലിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, തിരിച്ചും കുറുകയും നെടുകയും ഓരോ കെട്ടും. അപ്പോൾ നെടുക ആദ്യമേ കെട്ടി അതിനുശേഷം കുറുകയും കെട്ടി അതിനെ കൃത്യമായിട്ട് ഉറപ്പിച്ച് നിർത്തിയതിന് ശേഷം നമ്മുടെ പെട്ടിക്കകത്തേക്ക് ഇതെടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ പഴയ പെട്ടിക്കകത്ത് ധാരാളം ഈച്ചകൾ ഇരിപ്പുണ്ട്. അതിനകത്ത് റാണിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പതുക്കെ ആ പഴയ പെട്ടിയെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുമ്പം അത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. ശ്രദ്ധിച്ചില്ല, നമ്മൾ ഇടയ്ക്കൊക്കെ നോക്കുന്നില്ല എങ്കിൽ കണ്ടോ ആടയൊക്കെ കറുത്ത് ഉണങ്ങി ഒന്നും കൊള്ളരുതാത്ത അവസ്ഥയിലേക്ക് എത്തി. പക്ഷേ അതിൽ നിറച്ച് തേനീച്ച ഉണ്ടായിരുന്നു. അതെല്ലാം കുടഞ്ഞ് ഞാൻ നമ്മുടെ പുതിയ പെട്ടിക്കകത്തേക്ക് ഇട്ടതിന് ശേഷം ആടയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് കാലി അടയും ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തു. കാലി ഫ്രെയിമും കൂടെ ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം പഴയ പെട്ടിയെടുത്ത് നമ്മുടെ പെട്ടിയുടെ മുകളിലേക്ക് വെച്ചതിന് ശേഷം ചെറുതായൊരു സ്മോക്ക് കൊടുത്തു. കാരണം ഈച്ചകൾ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി. പിന്നെ അവിടെ 1-2 ചട്ടിയൊക്കെ ഇരുന്നു, അതിലൊക്കെ കുറേ ഈച്ചകൾ കൂട്ടം കൂടിയിരുന്നു. അവരെയും ഞാൻ ആ പെട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുത്തു. പെട്ടിക്കകത്തേക്ക് ഇടാനായിട്ട് എടുത്തപ്പോൾ തന്നെ അത് കുറച്ചേറെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ അടന്നങ്ങ് താഴേക്ക് വീണു. പക്ഷേ അവർ വലിയ ശല്യമൊന്നും നമ്മൾ ചെയ്തില്ല, തിരിച്ച് കുത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് എനിക്ക് ഭയമില്ലായിരുന്നു, അതുകൊണ്ട് എന്നെ കുത്തിയിട്ടുമില്ല. അപ്പം ഞാൻ ആ പെട്ടി മറിഞ്ഞു വീണ സ്ഥലത്തേക്ക് നമ്മുടെ പുതിയ പെട്ടി എടുത്തൊന്ന് വെച്ച് കൊടുത്തു. അവിടെ തന്നെ ഒരു പാത്രം ഇരിപ്പുണ്ട്, ഒരു ടയറിൻ്റെ പീസ്, അതിലും നിറച്ച് ഈച്ചയായിരിക്കുമായിരുന്നു. അതും ഞാൻ നമ്മളുടെ പെട്ടിക്കകത്തേക്ക്
കുടഞ്ഞിട്ടതിന് ശേഷം ഒരല്പം മാറി നിന്ന്, കാരണം അവർ നല്ല വയലൻ്റ് ആയിരുന്നു, മാത്രമല്ല നല്ല വെയിലുള്ള സ്ഥലവും കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനവിടെ കുടഞ്ഞിട്ടതിന് ശേഷം ശ്രദ്ധിച്ചപ്പം നമ്മുടെ അവിടെ പറന്ന് കിടന്ന തേനീച്ചയും അവിടെ താഴെ കൂട്ടം കൂടിയിരുന്ന തേനീച്ചകളൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ തേനീച്ചപ്പെട്ടിയുടെ വാതിൽ കൂടെ അകത്തേക്ക് സ്പീഡിൽ കയറാൻ തുടങ്ങി. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകാം, ആ കൂട്ടിലെ റാണി ആ കൂട്ടിനകത്ത് നമ്മൾ എടുത്തു വെച്ച ഫ്രെയിമിനകത്ത് ഒക്കെ ഉണ്ടായിരുന്ന, ഞാൻ കുടഞ്ഞിട്ട കൂട്ടത്തിൽ ആ റാണിയും അതിനകത്തേക്ക് എത്തി. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് തന്നെ എല്ലാവരും ആ കൂട്ടിലേക്ക് തിരിച്ചു കയറി കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പഴയ പെട്ടി അവിടെ നിന്ന് മാറ്റാം. അത് തകർന്നു പോയ പെട്ടി അങ്ങ് എടുത്ത് മാറ്റണമായിരുന്നു. പിന്നെ 1-2 പന്ന അടകളൊക്കെ അവിടെ കിടന്നു, അതിലൊക്കെ ധാരാളം ഈച്ചകളിരുന്നു. അവരെല്ലാം ഞാൻ കുടഞ്ഞതിനകത്ത് കൊടുത്തിട്ട് പഴയ പെട്ടി ഞാൻ എടുത്ത് മാറ്റി. ഇനി നമുക്കിനി അടയ്ക്കണം. അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു സ്മോക്ക് കൊടുത്തു, കാരണം ഈച്ചകളെല്ലാം മുകളിൽ ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കുന്നത് നമുക്ക് അടയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ചെറുതായിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ പെട്ടിയുടെ അടപ്പുകൊണ്ട് തന്നെ അവരെ ഒന്ന് പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി അവർക്ക് അവരുടെ ദേഹത്ത് ഞെരുക്കം വരാത്തവണ്ണം, അല്ലെങ്കിൽ തേനീച്ചയുടെ പുറത്ത് വെക്കാതെ ഇരിക്കാൻ വേണ്ടി അവരെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ പതുക്കെ അതിൻ്റെ അടപ്പ് വെച്ച് അടച്ച് ഒരല്പനേരം മാറി നിന്നു. അവിടെ അവർ ഈ നിലവിൽ പെട്ടി മറിഞ്ഞ് കിടന്നിടത്ത് വെയിൽ കൊള്ളാതിരിക്കാനും മഴ നനയാതിരിക്കാനൊക്കെ കുറച്ച് ചപ്പോ പ്ലാസ്റ്റിക് കമ്പോ ഒക്കെ ഇട്ടിരുന്നു. അതൊക്കെ എടുത്ത് ഞങ്ങൾ മാറ്റി. എന്നിട്ട് ആ സ്റ്റാൻഡ് അവിടെ നിന്ന് അവർക്കത് അവിടെ അവരുടെ പറമ്പിൻ്റെ നടുക്കായിരുന്നു. അപ്പം മരത്തിൽ നിന്നൊക്കെ കമ്പൊക്കെ വീഴാൻ സാധ്യത മാറ്റണമെന്ന് പറഞ്ഞു. അതിനെ എടുത്ത് നമ്മൾ അവിടെ കുറച്ച് സൈഡിലോട്ട് അവിടെ നിന്ന് ഊരി വേറൊരു സ്ഥലത്തോട്ട് മാറ്റി ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ പെട്ടിയെടുത്ത് അതിലേക്ക് വെച്ചു. അപ്പം ആ കൂട്ടത്തിൽ നമ്മൾ ആ സ്റ്റാൻഡിൽ ഉറുമ്പ് കയറാതിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അവിടെ നിറച്ച് ഈച്ചയായിരുന്നു, ഭയങ്കരമായിട്ട് ഈച്ച ഉണ്ടായിരുന്നു. അതിൻ്റെ അടപ്പിലൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സൂപ്പർ ചാമ്പറൂടെ മുകളിൽ വെച്ചതിന് ശേഷം അതിനെ അടച്ചിട്ട് അതിന് നല്ല വെയിലുള്ള സ്ഥലമായതുകൊണ്ട് വെയിൽ കൊള്ളാതിരിക്കാനായിട്ട് കറുത്ത കളർ തെർമോക്കോൾ ഷീറ്റ് ഇട്ട് കെട്ടി അതിൻ്റെ മുകളിലേക്ക് വെച്ചു. അതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ഒരു നല്ല പ്ലാസ്റ്റിക് ഷീറ്റും കൂടെ ഇട്ട് ഞാൻ അതിൻ്റെ ഒരു നല്ല കയർ വെച്ച് അതിന് നല്ല മുറുക്കി കെട്ടി, കാരണം അത് മറിഞ്ഞ് വീഴാതിരിക്കാൻ. ഇനി അടുത്ത എന്തെങ്കിലും താഴെ വീണാലോ എന്നുള്ള പേടി കൊണ്ട് അങ്ങനെ ചെയ്തു കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം പെട്ടിയിൽ വെയിലില്ലാത്തവണ്ണം നമ്മളതിനെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.